മിനിസ്റ്റർ ആരോഗ്യം. എന്താ മാഡം? മാഡം ഒരു മുന്നറിയിപ്പില്ലാതെ അങ്ങോട്ട് ഇരിക്കും മാഡം. മാഡം ടീ കോഫി ഒന്നും വേണ്ട വരുത. വേറൊന്നുമില്ല വരുത. ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നേ. പറഞ്ഞോളൂ മാഡം. എന്റെ കൂടെ ഇത്രയും വർഷം ഉണ്ടായിരുന്നവൻ തന്നെ എനിക്കിട്ട് പണിതു. നീ എന്റെ വിശ്വസ്തനായതുകൊണ്ടാ നിന്നോട് ഞാൻ കോൾ ചെയ്ത് പറഞ്ഞേ. അതുകൊണ്ട് ഈ ഹാർഡ് ഡിസ്ക് എന്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ഇപ്പൊ നിന്റെ അടുത്ത് ഇരിക്കുന്നതാ കൂടുതൽ സേഫ്. മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതെന്റെ അടുത്ത് സേഫ് ആയിരിക്കും. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓക്കെ മാഡം. മിനിസ്റ്ററുടെ കയ്യിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് ഇപ്പൊ വരദന്റെ കയ്യിലേക്ക് വന്നിരിക്കുക. അതെങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാ നമുക്ക് പല കോടികളും സമ്പാദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്ത പോലെ ഈ പ്രാവശ്യം മിസ് ചെയ്യാനേ പാടില്ല. ഓട്ടോ 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 ചേട്ടാ, ഗാന്ധിനഗർ വരെ പോവാം. പോവാം മാഡം. ഒരു 100 രൂപ തരുമോ മാഡം? ഓക്കെ. കേറിക്കും. ഈശ്വര, ഒരു ഫ്ലാറ്റിംഗിൽ സെയിലാണേ. സർ, കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുക. സൈറ്റ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ? ഇന്ന് വരുമോ സാറേ? ഇന്ന് ഞാൻ അല്പം ബിസിയാ, അടുത്ത ആഴ്ച വരാം. ഓക്കെ സർ. ഹലോ സർ, കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുക. ഇന്ന് സൈറ്റ് കാണാൻ വരുന്നുണ്ടോ? നിനക്കൊന്നും വേറെ ജോലിയില്ലേ? എപ്പോ നോക്കിയാലും ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഉള്ള പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഒന്ന് ഫോൺ നോക്കിയേ. വിമൽ, ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളാരാ? ഞാൻ കൈലാസാണ് സാറേ സംസാരിക്കുന്നത്. സാറിന് സുഖമാണോ? ഈയാണോ? ഈ കോൾ ചെയ്താൽ തന്നെ എനിക്ക് അസുഖം. ഫോൺ നോക്കി. അയ്യോ, താൻ വെച്ചിട്ട് പോയാല് ഞങ്ങൾക്ക് എന്താ വേറെ കസ്റ്റമേഴ്സ് ഇല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ പറഞ്ഞോ സാർ, ഞങ്ങൾ കൈലാസം റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ പുതുതായി എയർപോർട്ടിന്റെ അടുത്തൊരു ലാൻഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എയർപോർട്ടിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് രാവിലെ പുറപ്പെട്ടതാ. സൈറ്റ് എത്തിയപ്പോഴേ വൈകിട്ടായി. സാറേ, അവിടുന്ന് നെടുമ്പാശ്ശേരി അടുത്ത് തന്നെ അല്ലേ? എനിക്ക് വായിൽ നന്നിട്ട് വരുന്നുണ്ട്. താനെ കൊണ്ടുപോയത് തിരുവനന്തപുരത്താ. രാവിലെ ഒരു നല്ല മൂഡിലിരിക്കുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഹലോ, നമസ്കാരം സാർ. എന്താ കാര്യം പറഞ്ഞോളൂ. ഞാൻ കൈലാസ റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. സംസാരിച്ചോ? ഞങ്ങള് നിങ്ങളുടെ ബഡ്ജറ്റിൽ കുറച്ച് സ്ഥലം തരാം സാർ. എന്റെ ബഡ്ജറ്റിലോ? അതെ സാർ. എന്റെ ബഡ്ജറ്റ് 10,000 രൂപ. അതിന് സ്ഥലം ഉണ്ടാവോ? 10,000 എങ്ങനെ കിട്ടും സാറേ? 1/2 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ, 5 കിലോമീറ്റർ എയർപോർട്ടിലേക്ക്, വീടിന് ചുറ്റും ഒരുപാട് ഷോപ്പിംഗ് മാൾസ്, അങ്ങനെ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് സാർ. എറണാകുളത്ത് തന്നെയാണ് സാർ. പൊതുശ്മശാനം ഉണ്ടല്ലോ, അവിടെ തന്നെ. അതെ, താൻ തരുന്ന കാശിന് ശ്മശാനത്തിലല്ലാതെ പിന്നെ സ്വിറ്റ്സർലാൻഡിൽ തനിക്ക് സ്ഥലം തരാൻ പറ്റുമോ? നീ എന്തിനാടാ എന്നോട് ഫോൺ വെക്കാൻ പറയുന്നേ? ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. 10,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. മോളെ പൊക്കുന്നോ? ഡാ, ഞാൻ നിന്റെ ഭാര്യയെ പൊക്കോടാ. വെക്കടാ വെക്കടാ, ടോർച്ചർ ചെയ്യാതെ വെക്കടാ. ഈ നാരുടെ മുഖമാണ് കണി കണ്ടതെന്ന് അറിയില്ലല്ലോ എന്റെ ദൈവമേ. സാർ, എന്താടി? ഒന്നങ്ങോട്ട് നോക്കി. ഓ, ദാ വരുന്നു. അല്ല, എന്തു പറ്റി? ആരോ സ്ഥലം നോക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. വരുന്നുണ്ടോ ഇല്ലയോ? ഞാനും ദിവസവും ട്രൈ ചെയ്തോണ്ടിരിക്കുക സാറേ. സ്ഥലം നോക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും വരുന്നില്ല. ദിവസവും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ടിരിക്കെ. ചെല്ല്, മാസാമാസം നിനക്ക് ശമ്പളം തരുന്നത് തന്നെ വേസ്റ്റാ.
എക്സ്ക്യൂസ് മീ, Yeah? നിങ്ങളോട് ഞാനൊരു ജോബ് ചോദിച്ചിരുന്നില്ലേ, അതെന്തായി? എക്സ്ട്രീംലി സോറി, ഞാൻ അക്കാര്യം മറന്നുപോയി. നിങ്ങളെ റെസ്യൂം സെൻഡ് ചെയ്യൂ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നമ്പർ പ്ലീസ്. നോട്ട് ചെയ്തോളൂ. 8852 82236. ഓക്കെ. ആൻഡ് യുവർ ഗുഡ് നെയിം? ഐ എം വിമൽ. എവിടെയാ വാടക? മാസം ആദ്യം തന്നെ വാടക തരണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഏതെങ്കിലും മാസം കൃത്യമായിട്ട് വാടക തന്നിട്ടുണ്ടോ? സർ പ്ലീസ് ഒരല്പം സമയം തരണം സർ. എല്ലാ എൻ്റെ തലവിധി. വേഗം കൊണ്ട് വരണം. എല്ലാത്തിനും കാരണം ഇവളാ. ഛേ, അബി അബി, ഹൗസ് ഓണർ ചീത്ത പറഞ്ഞു പോയത് നീ കേട്ടില്ലേ? നീ കാരണം ഹൗസ് ഓണർ വഴക്ക് ഞങ്ങൾ കേട്ടത്. എന്നിട്ട് നീ ഇവിടെ സൂചിച്ചു കിടന്ന് ഉറങ്ങുകയാണല്ലേ? എന്തിനാടി ഉറങ്ങുമ്പോ ഇങ്ങനെ ഡിസ്റ്റർബ്? നീ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചത് മതി. ഞങ്ങളൊക്കെ ഇത്രയും പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ഒന്നും കേൾക്കുന്നില്ലേ? ഒരു മാസമാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ മാസം ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നീ അത് പറയേ. എന്താടി ഇത്? ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും പറയാതെ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? എന്താടി ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ എന്താടി നിങ്ങളുടെയൊക്കെ പ്രശ്നം? കാശല്ലേ? എത്ര കൊടുക്കണ്ടേ? എല്ലാം എണ്ണി വെച്ചോ. കാശ് വന്ന ഉടനെ തന്നെ ഞാൻ തരും. ഇവളാള് വലിയ സംഭവം തന്നെയാ. എടി അബി, കഴിച്ചിട്ട് പോടി. രാവിലെ തന്നെ എന്തിനാടി അവളെ വഴക്ക് പറഞ്ഞത്? പൈസ ഉണ്ടെങ്കിൽ അവള് തരില്ലേ? നല്ലൊരു ജോലി ഇല്ലാതെ അവൾ ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ പോയി. അപ്പൊ അവള് ചെയ്യുന്നൊന്നും നീ കാണുന്നില്ലേ? ദാ കണ്ടില്ലേ, ഇപ്പൊ തന്നെ അവളൊന്നും കഴിക്കാതെ പോയിരിക്കുക. എന്റെ കസ്റ്റമർ സാറിനോട് സംസാരിക്കണമെന്ന് പറയോ സാർ? തന്റെ കസ്റ്റമർ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? അല്ല സാറേ, സാറ് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കണം സാറേ. അയ്യോ, ഫോണ് വല്ലാത്ത ചൂടാണല്ലോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം സാർ. പ്രിയ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. കൈലാസയിലെ എനിക്കൊരു 10 ഫ്ലാറ്റ് എങ്കിലും വേണം സാർ. 10 ഫ്ലാറ്റോ? സാർ സാർ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാം സാർ. പറയണം സാർ. സ്ഥലം ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു 3 ദിവസത്തിൽ രജിസ്റ്റർ ചെയ്തേക്കാം. ഓക്കെ സാർ. സാർ ധൈര്യമായിട്ട് വന്നോളൂ സാർ. ആദ്യം നീ ഫോണൊന്ന് പിടിക്കേ. അയ്യോ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്നിരിക്കേ. ഇരിക്കുന്നേ. ഇരിക്കെ ബാബാ, ഇരിക്കെ അവിടെ. വിളിച്ചിരുന്നു സർ. അബി, പോയിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് 2 ജ്യൂസ് എടുത്തോണ്ട് വാ. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? പോ. 10 പ്ലോട്ട് വാങ്ങിക്കാനും മാത്രം അങ്ങനെ എന്ത് ബിസിനസ് അദ്ദേഹം ചെയ്യുന്നേ? അദ്ദേഹം വലിയ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നേ. അത്രയ്ക്ക് അങ്ങ് വലിയ വലിയ ബിസിനസ്? നേരവും കാലവും നോക്കാതെ അവള് കേറി വന്നോളും. കൊണ്ടുവാ. ഇതാ മോളെ, നീ കുടിക്കേ. താങ്ക് യു സർ. ഇന്നലെ വന്നവളാ. 10 പ്ലോട്ടാ വിറ്റത്. നീയാണെങ്കിലേ ഒന്നിനും ഒരു ലായ്ക്കില്ല. എന്താ എന്നെ തല്ലാൻ വരുന്ന പോലെയാണല്ലോ നോക്കുന്നത്? എന്നെ തല്ലണമെങ്കിലേ ഇനി ഒരു ജന്മവും കൂടി നീ ജനിക്കേണ്ടി വരും കേട്ടോ. ദേ നോക്കു വച്ചേ, ജോലി ഇല്ലെങ്കിലേ നീ തെണ്ടേണ്ടി വരും. അത് ഓർത്തോ. സർ, എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ? റസീം തന്നിട്ട് പോയിക്കോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യാം. ഇവിടെ ഉള്ളവർക്കൊന്നും ചെയ്യാനുള്ള ജോലിയില്ല. വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്തോളൂ. ജോലിയുണ്ട്, പക്ഷെ വേക്കൻസി ഇവിടെയല്ല. ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരേണ്ടി വരും.
യാ ഞാൻ അഭിയാണ്. പറഞ്ഞോളൂ. നിങ്ങളുടെ അടുത്തൊരു ജോബ് ചോദിച്ചിരുന്നില്ലേ, എന്തായി? ഓ വെൽ, ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ വിമൽ. ഒരു മാസമാണെങ്കിലും കുഴപ്പമില്ല. ഓരോ മാസം ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ജോലി ഇല്ലെങ്കിലേ നീ തെണ്ടേണ്ടി വരും, അത് ഓർത്തോ.